Hello students, welcome to XandY Learning. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ വാർത്ത വന്നിരിക്കുകയാണ്. USS എക്സാമിൻ്റെ ഡേറ്റ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസമായിരിക്കും നടക്കുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടിയുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ക്ലാസ്സുകളും പ്രിപ്പറേഷനും നമ്മൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഇന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. സോ ഏപ്രിൽ 2023 നിങ്ങളുടെ USS എക്സാം എന്നുള്ളത്. എന്താണ് ഡേറ്റ് എന്ന് അറിയാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങളും എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സോ ഈ ഒരു വിജ്ഞാപനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കൃത്യമായിട്ട് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഏപ്രിൽ 26 ബുധനാഴ്ച എന്ന് വെച്ചാൽ നിങ്ങളുടെ വെക്കേഷൻ സമയത്ത് ആണ് ഇത് നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 26 ബുധനാഴ്ച. അത് രണ്ട് പേപ്പറായിട്ട്, പേപ്പർ 1 പേപ്പർ 2 രണ്ട് പാർട്ടായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. രാവിലെ 10:15 മുതൽ 12 മണി വരെ പാർട്ട് 1ഉം അതുപോലെ ഉച്ചയ്ക്ക് ശേഷം 1:15 മുതൽ 3 മണി വരെ പാർട്ട് 2ഉം. സോ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പാർട്ട്, ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഡേറ്റ് എന്നുള്ളത്. അപ്പം ഓർത്ത് വെച്ചോളാം, നിങ്ങളുടെ കലണ്ടറിൽ മാർക്ക് ചെയ്യുക. ഇനി എത്ര ദിവസമുണ്ട് എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് അല്ലേ. അതായത് ഇനി ഏകദേശം ഒരു 6 ആഴ്ചയോളം നമ്മുടെ കയ്യിലുണ്ട്. ആ സമയം മതി നമുക്ക് എന്ത് ചെയ്യാൻ, USS നേടിയെടുക്കാൻ. ഓൾറെഡി നിങ്ങൾ 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനത്തിൽ ഈ ഒരു എക്സാമിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. സിലബസ് എന്താണ്, യോഗ്യത എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എക്സാം പാറ്റേൺ ഒക്കെ ഉണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. മാത്രമല്ല USS എഴുതുന്ന നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. USSനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഈ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നത് USS പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യതയെ പറ്റിയാണ്. സോ കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ് അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകളും വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്ത് USS എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. രണ്ടാമത്തത് 7ാം ക്ലാസ്സിലെ 2ാം ടേം എക്സാമിൽ ലഭിച്ച മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് USSലേക്കുള്ള കുട്ടികൾക്കുള്ള യോഗ്യത തീരുമാനിച്ചിട്ടുള്ളത്. 2 മാനദണ്ഡങ്ങളാണുള്ളത്. ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, USS എക്സാം എഴുതാം. ഒന്നാമത്തെ കാര്യം അതാണ്. സെക്കൻഡ് വൺ, ഭാഷാ വിഷയങ്ങളിൽ 2 പേപ്പറുകൾക്ക് A ഗ്രേഡും 1-ന് B ആണെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ശാസ്ത്ര വിഷയങ്ങളിൽ അതിൽ ഗണിതം, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, അതായത് നമ്മുടെ മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, അതിൽ 2-എണ്ണത്തിന് A ഗ്രേഡ്, 1-എണ്ണത്തിന് മാത്രം B ഗ്രേഡ് ആയിപ്പോയ കുട്ടികൾക്കും എഴുതാൻ പറ്റും എന്നുള്ളതാണ് 2 ക്രൈറ്റീരിയ. അതിന് താഴെ തന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കലാ, കായിക, പ്രവൃത്തി പരിചയ, ഗണിത, സോഷ്യൽ സയൻസ്, വിദ്യാരംഗം മേളകളിൽ, എക്സിബിഷൻസിനും അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പരിപാടികളിൽ പോയി സബ് ജില്ലാ തലത്തിൽ A ഗ്രേഡ് അല്ലെങ്കിൽ 1-ാം സ്ഥാനം നേടിയവർക്കാണ് 2ാമത്തെ മാനദണ്ഡം ബാധകമാവുള്ളൂ. ഓക്കെ, ബാധകമാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിനർത്ഥം ഈ പറയുന്ന എക്സിബിഷനൊക്കെ പോയിട്ട് സബ് ജില്ലാ തലത്തിൽ A ഗ്രേഡോ 1-ാം സ്ഥാനത്തും ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് നിർബന്ധമായും എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് എങ്കിലും വേണം. ഏതൊക്കെ വിഷയങ്ങളാണ്? ഭാഷാ വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും. അതിൽ A ഗ്രേഡ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാം എഴുതാനുള്ള യോഗ്യത ഇതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഡിസംബർ എക്സാം പലരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ചിലർ അത്ര തന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്യാതെ എഴുതിയ ആളുകളുണ്ടാവും. എനിവേ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് USS എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കുന്നത്. സോ ഒന്നാമത്തെ കാര്യം ഇതാണ്, യോഗ്യതയാണ്. USS പരീക്ഷയ്ക്ക് കുട്ടികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസ് നൽകേണ്ട ആവശ്യമില്ല. പരീക്ഷ എഴുതാൻ അർഹതയുള്ള കുട്ടികളുടെ ലിസ്റ്റ് എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് 22/3/2023 മാർച്ച് 22 മുതൽ മാർച്ച് 30 വരെ ആർക്ക് സബ്മിറ്റ് ചെയ്യാം, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഓൺലൈനായിട്ട്. അപ്പോൾ കുട്ടികളായിട്ട് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല, കുട്ടികളായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെഡ് മാസ്റ്റർക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വലിയൊരു മാറ്റം എന്നുള്ളത് പരീക്ഷയുടെ സിലബസും സ്വഭാവവുമാണ്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോവിഡ് കാരണം കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളുടെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് വീണ്ടും പഴയ USS എക്സാമുകളെ പോലെ തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. സോ USS പരീക്ഷയ്ക്ക് 2022-23 അധ്യയന വർഷത്തിലെ 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, പിന്നെ മാത്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7ാം ക്ലാസ് വരെ കുട്ടി നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ. അപ്പോൾ അതുമാത്രമല്ല, 6-ലും 5-ലും ഒക്കെ നിങ്ങൾ പഠിച്ച കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഈ ഒരു എക്സാം എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ആൻഡ് പരീക്ഷയുടെ വസ്തുനിഷ്ഠതയും, അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്
ഈ ഒരു USS എക്സാമിന് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. ചോദ്യങ്ങൾ താഴെ പറയുന്ന തലത്തിൽ ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെയാണ്? അറിവിൻ്റെ സ്വാംശീകരണം, അറിവിൻ്റെ പ്രയോഗം, അപ്ലിക്കേഷൻ, നമ്മുടെ നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുട്ടികളുടെ ലോജിക്കൽ എബിലിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പരീക്ഷയുടെ ഘടന, എക്സാം പാറ്റേൺ, ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എക്സാം പാറ്റേൺ നിങ്ങൾ നോക്കൂ. USS പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടാകും. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതിൽ ഓരോ പേപ്പറിലും 3 പാർട്ടുകൾ ഉണ്ടാകും. 2 പേപ്പർ, ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക്. ഓരോ പേപ്പറിലും 3 പാർട്ടുകൾ ഉണ്ടാകും. അപ്പോൾ പേപ്പർ 1-ൽ 3 പാർട്ടുകളാണുള്ളത്. അതിലെ 2 ലാംഗ്വേജ് ആണ്, മൂന്നാമത്തത് മാത്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ഉള്ള കുട്ടികളുണ്ടാകും, അറബി ഉള്ള കുട്ടികളുണ്ടാകും. അതാണ് ഫസ്റ്റ് ലാംഗ്വേജ്, പാർട്ട് A എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് B എന്ന് പറയുന്നത് എഗെയിൻ ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലും മലയാളം അല്ലെങ്കിൽ തമിഴൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ആൻഡ് പാർട്ട് C ആണെന്ത്? ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്. ഇനി പേപ്പർ 2-ലേക്ക് നമ്മൾ പോവുകയാണെങ്കിലോ, പേപ്പർ 2-ലേക്ക് പോവുകയാണെങ്കിൽ അതിലെ പാർട്ട് A എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് B എന്ന് പറയുന്നത് ബേസിക് സയൻസ് ആണ്, പിന്നെ സോഷ്യൽ സയൻസ്, സാമൂഹ്യശാസ്ത്രം. ഓക്കെ, രാവിലെ 10:15 മുതൽ 12 വരെയാണ് 1-ാം പേപ്പറിൻ്റെ പരീക്ഷാ സമയം. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും, സമാശ്വാസ സമയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടാകും, ചോദ്യങ്ങളൊക്കെ കാണാൻ. അത് കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങും. ഓക്കെ, 1-ാം പേപ്പറിൽ 50 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഫസ്റ്റ് പേപ്പറിൽ 50 ചോദ്യം, 3 സബ്ജക്റ്റുകളാണുള്ളത്, അതിൽ 50 ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പാർട്ട് A, ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നതിൽ നിന്ന് 15 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഉത്തരം എഴുതാൻ ബാധ്യസ്ഥരാണത്രേ. ഓക്കെ, ഇനി പാർട്ട് B എന്ന് പറയുന്നത് 15 ചോദ്യങ്ങളുണ്ടായിരിക്കും. ശരിയായി ഉത്തരം എഴുതിയ 10 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ പാർട്ട് B ലാംഗ്വേജ് ആണ്. അതിലെ 15 നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലെ 10 സെലക്ട് ചെയ്യുള്ളൂ, 10 വാല്യൂ ചെയ്യുള്ളൂ. അപ്പോൾ 15-ൽ എന്ത് ചെയ്താൽ മതി? 10 നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ അതിലെ മാക്സിമം പോസിബിൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാം. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. അതിൽ 15 എല്ലാം എഴുതണം എന്നാണ് അല്ലേ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ എഴുതണം. സോ മാത്തമാറ്റിക്സ് ഇത്തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എഴുതണം. ഇനി നമുക്ക് 2-ാമത്തെ പേപ്പറിലേക്ക് പോകാം. അവിടെ 55 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അവിടെ 55 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിലെ പാർട്ട് A ഇംഗ്ലീഷാണ്, 15 ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. പിന്നെ പാർട്ട് B-ലേക്ക് പോകുകയാണെങ്കിൽ ബേസിക് സയൻസ് ആണ്. അതിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ശരിയായി ഉത്തരം എഴുതിയ 15 ചോദ്യങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പാർട്ട് C സാമൂഹ്യശാസ്ത്രം, അതിലും 20 അവൈലബിൾ ആയിരിക്കും. അതിൽ 15 മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ. സോ നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമിൻ്റെ പാറ്റേൺ എന്താ ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടൈം ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ പേപ്പറിനും 90 മിനിറ്റ്സ് ആണ് എക്സാം ടൈം. ഓൾറെഡി നമ്മൾ കണ്ടു. അതായത് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും 90 മിനിറ്റ് എക്സാമും. അങ്ങനെ തന്നെയാണ് 2 പേപ്പറുകളുടെ ഉണ്ടായിരിക്കുക. ഓരോ പേപ്പറിൻ്റെയും ചോദ്യങ്ങളുടെ എണ്ണം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. പേപ്പർ 1 1-ാം ഭാഷ മലയാളം അല്ലെങ്കിൽ അറബി 15 ചോദ്യങ്ങളുണ്ടാവും, ഫുൾ എഴുതണം. സെക്കൻഡ് പാർട്ട് അതും ലാംഗ്വേജ് ആണ്, 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 10 മാക്സിമം വാല്യൂ ചെയ്യുള്ളൂ. മുഴുവൻ എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, 10 വാല്യൂ ചെയ്യുള്ളൂ. മാത്സ് 20-ൽ 20 എഴുതിയിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് 15-ൽ 15 എഴുതണം. പിന്നെ അതുപോലെ ബേസിക് സയൻസ് 20 ഉണ്ടാവും, പക്ഷേ 15 എഴുതിയാൽ മതി. സോഷ്യൽ സയൻസും 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 15 എഴുതിയാൽ മതി. ടോട്ടൽ 45. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതമാണ് ഉത്തരം എഴുതുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഒരു ചോദ്യത്തിന് 1 സ്കോർ വീതമാണ് ലഭിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരമാവധി 90 മാർക്കാണ് നിങ്ങൾക്ക് നേടാൻ പറ്റുക. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 70 മാർക്കിൻ്റെ എക്സാം ആയിരുന്നെങ്കിൽ ഈ തവണ അത് മാറിയിട്ട്, കഴിഞ്ഞ തവണ 60 മാർക്കിൻ്റെ എക്സാം ആയിരുന്നെങ്കിൽ ഇത്തവണ 90 മാർക്കിൻ്റെ 90 മാർക്സിൻ്റെ എക്സാമാണ്. അതിൽ 20 മാർക്ക് എവിടെയാണ്? 20 മാർക്ക് മാത്തമാറ്റിക്സിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം തന്നെയാണ്. ടോട്ടൽ മാക്സിമം പോസിബിൾ മാർക്ക് 90 ആണ്. ഇനി ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇപ്പം 1-ാം ഭാഷ മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അടിസ്ഥാന ശാസ്ത്രം എന്നിവയിലെ ഓരോ വിഷയത്തിൻ്റെയും 5 ചോദ്യങ്ങൾ കല, സാഹിത്യം, ആരോഗ്യ, കായിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയതായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ജനറൽ നോളജും കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കലാ, കായിക, സാഹിത്യ രംഗത്ത് നടക്കുന്ന അവാർഡുകളെ പറ്റിയും അവിടെ നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അത്യാവശ്യം ജനറൽ നോളജ് കൂടെ ഉണ്ടായിരിക്കണം USS എക്സാമിന്. ഗണിതത്തിൻ്റെ പേപ്പർ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ റീസണിങ്, മെൻ്റൽ എബിലിറ്റി പോലെയുള്ള മാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സിൻ്റെ കൂടെ, ഗണിതത്തിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. 1-ാം പേപ്പറിൻ്റെ പാർട്ട് A നോക്കുകയാണെങ്കിൽ ഓരോ വിഷയത്തിൻ്റെയും ചോദ്യങ്ങൾ 1 മുതൽ 15 വരെ ക്രമ നമ്പർ ആയിരിക്കും. അതുപോലെ പാർട്ട് B-യിലെത്തുമ്പോൾ അത് 16 മുതൽ 30 വരെ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ആ കറക്റ്റ് നമ്പറുകളുടെ ഓർഡറിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക.
പിന്നീട് ഇതിൽ പറയുന്നത് പരീക്ഷാ സമിതിയെ പറ്റിയാണ്. അതുപോലെ എക്സാം നടത്തുന്നത് ഓരോ ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലും പരീക്ഷാ സമിതികൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പരീക്ഷാ കേന്ദ്രം, എക്സാം എവിടെ വെച്ചിട്ടാണ് നടക്കുക. സോ സബ് ജില്ലയിലെ സൗകര്യപ്രദമായ UP ഹൈസ്കൂളുകളിൽ ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിൽസ്, ഹോൾ ടിക്കറ്റൊക്കെ എക്സാമിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഒരു ക്ലാസ് മുറിയിൽ 20 കുട്ടികൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയേണ്ട, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, OMR ഷീറ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. USS പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷാർത്ഥികൾക്ക് OMR ഷീറ്റിൻ്റെ കാൻഡിഡേറ്റ് കോപ്പി നൽകുന്നതിനാൽ OMR ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി നൽകുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാൻഡിഡേറ്റ് കോപ്പി OMR ഷീറ്റിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ ABCD എന്ന് പറയുന്ന 4 സെറ്റ്, സാധാരണ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ നടക്കുന്ന പോലെ തന്നെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. പേപ്പർ 1, 2 പരീക്ഷകൾക്ക് വ്യത്യസ്ത OMR ഷീറ്റുകളാണ്. രാവിലെ ഉച്ചക്കുള്ള എക്സാമിന് ഡിഫറൻറ്റ് OMR ഷീറ്റുകളാണ് ഉണ്ടായിരിക്കുക. മൂല്യനിർണ്ണയം, അപ്പോൾ ഇത് കമ്പ്യൂട്ടർ OMR ഷീറ്റുകളായതുകൊണ്ട് തന്നെ ഇത് ഒരാൾ ഇരുന്നിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്താണ്, പരീക്ഷാ ഭവൻ ഇതനുസരിച്ച് മൂല്യനിർണ്ണയം നിർവഹിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അപ്പോൾ അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തായിരിക്കും, വാല്യുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് റിസൾട്ടിൻ്റെ കൂടെ തന്നെ അറിയുകയും ചെയ്യും. അത് മാത്രമല്ല, പിന്നെ ഒരു റീവാല്യുവേഷൻ ഒന്നും ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം നിങ്ങൾ ഏതൊക്കെ OMRൽ കറക്റ്റ് ഉത്തരങ്ങൾ ഏതൊക്കെ ബബിൾ ചെയ്തിട്ടുണ്ടോ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കമ്പ്യൂട്ടറാണ് വാല്യൂ ചെയ്യുക. അതുകൊണ്ട് റീവാല്യുവേഷനുള്ള പോസിബിലിറ്റി ഒന്നും ഈ ഒരു USS എക്സാമിന് ഉണ്ടാകില്ല. ആൻഡ് ഫൈനലി, ഇനിയാണ് ഏറ്റവും അടിപൊളി, നമ്മൾ കാത്തിരുന്ന നിമിഷം. അതായത് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത. എക്സാം എഴുതി, പഠിച്ച് എക്സാം എഴുതി ഒക്കെ ചെയ്തു, പക്ഷേ അവസാനം സ്കോളർഷിപ്പ് കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ യോഗ്യത 2 പേപ്പറുകൾക്കും കൂടി ആകെയുള്ള 90 മാർക്ക്, ടോട്ടൽ മാർക്ക് 90ൽ 63 അല്ലെങ്കിൽ അതിൽ മുകളിലോ കിട്ടിയാൽ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കും. അപ്പോൾ 70% മാർക്കാണ് USS വിൻ ചെയ്യാൻ വേണ്ടത്. എത്ര വേണം? 90ൽ 63 എണ്ണം ശരിയായിരിക്കണം. 90 ക്വസ്റ്റ്യൻസ് അല്ല, ടോട്ടൽ 105 ചോദ്യങ്ങൾ, ടോട്ടൽ 105 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരും 2 പേപ്പറുകളിലായിട്ട്. അതിൽ 63 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? USS വിൻ ചെയ്യാം. അതുമാത്രമല്ല, ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത്, ഈ ജയിച്ചതിൽ നിന്ന് തന്നെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പ് ടീമിനെ ഗവൺമെൻറ് തിരഞ്ഞെടുക്കും. അതിൻ്റെ ക്രൈറ്റീരിയയാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് USSൽ ലഭിക്കുന്ന മാർക്ക് അനുസരിച്ചാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സംവരണ തത്വങ്ങൾ പാലിക്കുന്നതാണ്. സോ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ 40 കുട്ടികളെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുക. അതിൽ ഈ രൂപത്തിൽ ഓരോ കാറ്റഗറിയിൽ ഓപ്പൺ വിഭാഗം 30, OBC 2, EC 2, SC ST 2 വീതം, അതുപോലെ തന്നെ CWSN വിഭാഗത്തിൽ 2, ടോട്ടൽ 40 കുട്ടികൾ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ ഇതാണ് മെയിൻലി ഈ ഒരു വിജ്ഞാപനത്തിലുള്ള കാര്യങ്ങൾ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയണം. ഫലപ്രഖ്യാപനമൊക്കെ എന്താണ്, മാർക്ക് എക്സാം കഴിഞ്ഞ് വാല്യുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഗവൺമെൻറ് അറിയിക്കും. സർട്ടിഫിക്കറ്റ് വിതരണം, അതുപോലെ സ്കോളർഷിപ്പ് തുക, USS പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരീക്ഷാ ഭവനിൽ നിന്നും നൽകും. പിന്നെ സ്കോളർഷിപ്പ് തുകയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ സ്കോളർഷിപ്പ് സെല്ല് വഴി വിതരണം ചെയ്യും. പൊതുനിർദ്ദേശങ്ങളും അവസാനം പറയുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷ ഈ പറഞ്ഞ പോലെ തന്നെ അനുസരിക്കുക. ഏറ്റവും ലാസ്റ്റ് പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കൃത്യമായി പാലിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും, കുട്ടികളും ടീച്ചേഴ്സും അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ USSൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മുടെ കയ്യിൽ എന്തില്ല, വെറുതെ കളയാൻ സമയമില്ല. ആനുവൽ എക്സാമിന് പഠിക്കുന്നത് എന്തിൻ്റെ പഠനം കൂടിയാണ്, USS എക്സാമിൻ്റെ പഠനം കൂടിയാണെന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ ആനുവൽ എക്സാമിന് വേണ്ട ക്ലാസ്സുകളും USSന് വേണ്ട കംപ്ലീറ്റ് ക്ലാസ്സുകളും XandY USS എന്ന് പറയുന്ന ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ലൈവ് ക്ലാസ്സുകളും മെൻറ്റി ക്വിസുകളും അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ചോദ്യങ്ങളും എല്ലാം ഇനി വളരെ ഫാസ്റ്റായിട്ട് നടക്കും. സോ ഈ ഒരു കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത, ഈ ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ USS കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ വർഷം ഏകദേശം 8000-ഓളം കുട്ടികൾ XandYയുടെ USS കമ്മ്യൂണിറ്റിയിൽ വന്ന് പഠിക്കുകയും 2500-ൽ പരം കുട്ടികൾക്ക് USS വിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും നമ്മൾ എന്ത് ചെയ്യണം, അതുപോലത്തെ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, പല സ്ഥലങ്ങളിൽ USS വിന്നേഴ്സിന് XandY ലേണിങ്ങിൻ്റെ വക എന്തുണ്ടായിരുന്നു, അവാർഡ് ഫംഗ്ഷനും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ വർഷവും ചെയ്യാൻ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. XandYയിലെ കംപ്ലീറ്റ് ടീച്ചേഴ്സും റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണോ എക്സാം എഴുതാൻ എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇനിയുള്ള എല്ലാ USS ക്ലാസ്സുകളുടെ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.